ഇന്നേ എനിക്ക് വർക്കുള്ള ദിവസമാണ്. രാവിലത്തെ ചെറിയ പണികളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരുപാട് ദിവസമായി ഞാൻ വർക്കിന് പോകുന്നു, ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വീഡിയോ അല്ല, അവിടെ എത്തിയതിന് ശേഷമുള്ളതും എൻ്റെ ക്ലാസ്സിലെ വിശേഷങ്ങളും. പക്ഷെ എന്തോ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം എനിക്ക് മനസ്സിലായി ആ വീഡിയോ കംപ്ലീറ്റ് ആവില്ല. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ഒരു ലിപ് കോംബോ അടിപൊളിയാട്ടോ. ലാക്മിയുടെ ലിപ്സ്റ്റിക്കും ലാക്മിയുടെ തന്നെ വേറൊരു ഷെയ്ഡിൽ വരുന്ന ലിപ് ലൈനറും. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം. അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം ചിലപ്പോൾ ഒക്കെ മറന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് അതിനുള്ള ടൈമും കിട്ടൂല. ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇതുവരെ പുറത്ത് പോയതിൻ്റെ ശേഷമുള്ളതോ എൻ്റെ വർക്കിംഗ് ടൈമോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്ന് പോകുമ്പോൾ ഉള്ള വീഡിയോ എങ്കിലും കാണിക്കാന്ന് വിചാരിച്ച് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. ബാഗ് പാക്കിംഗ് ഒന്നുമില്ല, ഡെയിലി ഈ ഒരു ബുക്കും ID കാർഡും എനിക്ക് മസ്റ്റാണ്. നിങ്ങൾ ഈ കാണുന്ന ടൈം ഉണ്ടല്ലോ, അത് ഉച്ചയ്ക്ക് ശേഷമാണ്. എന്ന് വെച്ചാൽ ഞാൻ വർക്ക് കഴിഞ്ഞ് എത്തി. ഞാൻ പറഞ്ഞല്ലോ പോയപ്പോഴുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. വർക്ക് കഴിഞ്ഞ് എത്തിയാൽ ഒരു മധുരം കഴിക്കണം എന്ന് തോന്നിയപ്പം ഒരു ഡയറി മിൽക്കും കിസസ് ഒക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഞാനിതാ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ പരിപാടി തുടങ്ങാന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു ഫ്രീ കിട്ടുന്ന ടൈമാണ് ഈ ഒരു ആഫ്റ്റർനൂൺ ടൈം എന്ന് പറയുന്നത്. ഡോംസിന്റെ ഈ പെൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചിത്രം വരക്കുന്നത്. മുന്നേ എൻ്റെ അടുത്തുള്ളത് ഞാൻ ആമസോണിൽ വാങ്ങിയിട്ടുള്ള ഒരു സെറ്റ് പെന്നായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഇപ്പൊ കുറെ ആയതുകൊണ്ട് അതിന്റെ ഒരു കളറൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു പെന്ന്. ഇതും ഒരു റെഫറൻസ് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ വരക്കുന്നത്. ഈ ഒരു ബുക്കിനോടുള്ള ഇഷ്ടം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ ഇതിലെന്തെങ്കിലും വരക്കണം എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നിതാ ഇങ്ങനെ എന്തൊക്കെയോ പൂവും ഇലയൊക്കെ കുത്തി വരച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കിന്ന് ചെയ്യാനുള്ള കുറച്ച് പണികളാണ്, അൺപാക്കിങ്ങും അൺബോക്സിങ്ങും ഒക്കെ. കുറച്ച് ദിവസമായിട്ട് കുറച്ച് അധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാം വളരെ ചീപ്പ് റേറ്റിനാണ്. ഓവർ എക്സ്പെൻസസ് ഒന്നും നമുക്കായിട്ടില്ല. ഇതിൽ തന്നെ ചില സാധനങ്ങളൊക്കെ ട്രാവൽ എസെൻഷ്യൽസ് ആണ്. അത് വാങ്ങാനൊരു കാരണമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ ഞാൻ അപ്പോഴേക്ക് അറിയിക്കാം. ഇപ്പം വാങ്ങിയിട്ടുള്ളത് ഒരു സോപ്പ് ബോക്സും ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോറേജും. ഞങ്ങൾക്ക് രണ്ടാക്കും വേറുള്ളൊരു യൂസ് ചെയ്ത സോപ്പ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്തിനു പറയുന്നത്, ഞങ്ങൾ രണ്ടാളും തന്നെ വേറെ വേറെ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ടാവും കേട്ടോ. ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിന് ആമസോണിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതൊരു മോയ്സ്ചറൈസറാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ മോയ്സ്ചറൈസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം തീർന്നതുകൊണ്ട് പുതിയൊരെണ്ണം വാങ്ങിയതാണ്. അത് 60 ഗ്രാമിൻ്റെതും ഇത് 100 ഗ്രാമിൻ്റെതുമാണ്. ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് എപ്പം മുതലാന്ന് വെച്ചാൽ ഓയിലി സ്കിൻ ഏകദേശം കൺട്രോൾഡ് ആയപ്പോൾ കുഴപ്പമില്ലാത്ത ഹൈഡ്രേഷൻ തരുന്നൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇതും ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പിമ്പിൾസ് വരെ ഇത് തേച്ചെന്ന് വിചാരിച്ച് വേറെ പ്രശ്നങ്ങൾ വരുമൊന്നുമില്ല. ഈ ഒരു പേപ്പറിലാക്കിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യണമെന്നും എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നും അതിലെന്തെല്ലാം കണ്ടൻസാണ് അടങ്ങിയിട്ടുള്ളതെന്നും. പിന്നെ ഇപ്പോൾ ഒരു വൻ കോമഡി നടക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അജിയോന്നൊരു ബ്ലാക്ക് ഷർട്ട് ഓർഡർ ചെയ്തിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു സാധനം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പല ഷെയ്ഡ്സും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വൈറ്റും ബ്ലൂവും ഒക്കെ. സാധാരണ എടുക്കുന്നതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയമാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചെടുത്ത ഈ ഒരു ഷർട്ട് വന്നത് ഒരു XXL സൈസിലാണ്. ഓവർ സൈസ്ഡ് ഷർട്ടാണെന്നൊക്കെ പറയെങ്കിലും ഇത്രയും ഓവർ സൈസ്ഡ് ആയാൽ അതെനിക്കെൻ്റെ ഉപ്പൊക്കെ കൊടുക്കാനല്ലേ പറ്റൂ. എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുള്ള മറ്റേ 2 കളേഴ്സും ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ചിത്രത്തിന്റെ ബാക്കി വരച്ച് അതിന്റെ മറ്റേ സൈഡിൽ എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവിടെ അതുപോലത്തെ തന്നെ ഡിസൈൻസ് കുറച്ച് കളറും കൂടി ആഡ് ചെയ്തിട്ടങ്ങ് ചെയ്തു. പിന്നെ കിടക്കാനായപ്പോൾ കുറച്ച് ഓട്സ് ഉണ്ടാക്കി കഴിച്ച്. ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. നെക്സ്റ്റ് വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരാം.